നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം തേടി ഒരു പ്രതി രംഗത്തെത്തിയിരിക്കുകയാണ്. 6ാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ എസ് ശ്രീകുമാർ ആണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ശ്രീകുമാർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി. മേലുദ്യോഗസ്ഥനായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് സാക്ഷിയായി താൻ മഹസറിൽ ഒപ്പിട്ടത് എന്നാണ് ശ്രീകുമാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഹർജി പരിഗണിച്ചേക്ക് ഉടൻ തന്നെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ജയശ്രീയുടെ അറസ്റ്റ് ഇന്ന് വരെ തടഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത കോടതിയുടെ നിർദ്ദേശം എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിന്റെ FIR ആവശ്യപ്പെട്ട് ED നൽകിയ ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ ലോഹപ്പാളികളടക്കം സ്വർണം പൂശാനുള്ള തീരുമാനമെടുത്തത് താൻ ചുമതല ഏൽക്കുന്നതിന് മുൻപാണ് എന്നാണ് ഹർജിയിൽ ശ്രീകുമാർ വ്യക്തമാക്കുന്നത്. ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളുടെ ചുമതല തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ശ്രീകുമാർ പറയുന്നുണ്ട്. ഇതിന്റെ ചുമതല തിരുവാഭരണ കമ്മീഷണർക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കുമാണ്. ലോഹപ്പാളികൾ ചെമ്പാണോ സ്വർണമാണോ എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ജയശ്രീയെ ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്തതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRന്റെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു സംശയം പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ED മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ അനുമാനം. ഇത് കാട്ടിയാണ് ED FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി EDയുടെ ആവശ്യം തള്ളിയിരുന്നു. ഹർജി കഴിഞ്ഞ ദിവസങ്ങൾ പരിഗണിച്ചപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ഇത് വിടുകയാണെന്ന് ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അന്വേഷണം, അതായത് ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്തെ പാളികളിലെ സ്വർണ്ണ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം ശേഖരിക്കുകയുണ്ടായി. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് നൽകിയതും അതിനുശേഷം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സ്വർണം പൂശിച്ചതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന കടമ്പ. പരിശോധനകളിലൂടെ ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. സ്വർണ്ണക്കേസിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാമ്പിൾ ശേഖരിച്ചത്. പരിശോധനയുടെ ഫലം പ്രത്യേക സംഘം കോടതിയെ അറിയിക്കും. ഇന്നലെ ഉച്ചപൂജയ്ക്ക് തന്ത്രി കണ്ഠർ മഹേഷ് മോഹനയുടെ കാർമ്മികത്വത്തിൽ ദേവന്റെ അനുജ്ഞ വാങ്ങിയതിനു ശേഷമായിരുന്നു പരിശോധനയ്ക്ക് തുടക്കമായത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ അന്വേഷണത്തിനായി ഇവിടെ എത്തിയത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടന്നത്. സ്വർണം, ചെമ്പ് എന്നിവയുടെ മൂലവും കാലപ്പഴക്കവും തിരിച്ചറിയാൻ വിദഗ്ധൻ അനു അനന്തനെയും എത്തിച്ചിരുന്നു. ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറ് വശത്തെ മൂലയിലുള്ള സ്വർണ്ണപ്പാളി ആദ്യം ഇളക്കിയെടുത്തു. പിന്നീട് 3 മൂലയിലെയും കൂടി ഇളക്കി. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ സാമ്പിൾ ശേഖരിക്കാനായിരുന്നു ഇത്. പിന്നീട് 2019 ഘടിപ്പിച്ച കട്ടിളപ്പാളി ഇളക്കിയെടുത്ത് തൂക്കം നോക്കി. കേസിൽ ഉൾപ്പെട്ട ഭാഗത്തിന്റെ വിസ്തീർണം പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്തു. ദ്വാരപാലക ശില്പങ്ങളെയും കട്ടിളയിലെയും ചെമ്പുപാളികളുടെ സാമ്പിൾ ശേഖരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പത്തിലെ പീഠമാണ് പരിശോധനയ്ക്കായി അഴിച്ചെടുത്തത്. ഓരോ ഭാഗം അഴിക്കുമ്പോഴും പോലീസ് ഫോട്ടോഗ്രാഫർ അതിന്റെ ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരാണ് ഇവയുടെ തൂക്കം പരിശോധിച്ച് രേഖപ്പെടുത്തിയ ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്കായി എക്സിക്യൂട്ടീവ് ഓഫീസിന് സമീപം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും മുറിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള ലാബ് ക്രമീകരിച്ചിരുന്നത്. ശേഖരിച്ച സാമ്പിളുകൾ ഫിസിക്കൽ, കെമിക്കൽ, സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ്, മൈക്രോ സ്ട്രക്ചർ തുടങ്ങിയ പരിശോധനകൾക്കും വിധേയമാക്കുകയുണ്ടായി. സ്വർണത്തിന്റെ കാലപ്പഴക്കവും ശുദ്ധിയും കണ്ടെത്തുകയായിരുന്നു പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും മുൻ പ്രസിഡന്റുമായ N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർ റിമാൻഡിലാണ്. മറ്റു പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ഇനിയുള്ള പ്രതികളെ പ്രത്യേക സംഘം ചോദ്യം ചെയ്യുക. 6ാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 6ാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ചെമ്പഴന്തി സ്വദേശി ശ്രീകുമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. ജസ്റ്റിസ് K ബാബുവാണ് ഹർജി പരിഗണിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട 2019 ജൂലൈ 19 20 മഹസറിൽ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളെന്ന നിലയിലാണ് ശ്രീകുമാറിനെ പ്രതി ചേർത്തത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ മഹസർ
അവസരങ്ങളിൽ സാക്ഷിയായി ഒപ്പിടുകയായിരുന്നുവെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഡിസംബർ 1 വീണ്ടും പരിഗണിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പരിശോധന, സന്നിധാനത്തെ പരിശോധന കഴിഞ്ഞ ദിവസത്തെ പൂർത്തിയായിരുന്നു. 10 മണിക്കൂർ നീണ്ട പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പരിശോധനയ്ക്കായി ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ തിരികെ സ്ഥാപിച്ചു. SIT സംഘം ഇന്ന് മടങ്ങുമെന്നാണ് സൂചന. എന്തായാലും അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. കട്ടളപ്പാളികളും ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം പരിശോധിക്കുന്നത് പാളികൾ വ്യാജമാണോ എന്ന് അറിയിക്കുന്നതിൽ വളരെയധികം നിർണായകമാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കുക, ഇതാണ് ലക്ഷ്യം. ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്നതൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇനി അറസ്റ്റിലാകുന്നവരെ ഈ ഒരു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി ചോദ്യം ചെയ്യും. അവർക്ക് മുന്നിലുള്ള കുരുക്ക് മുറുകുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ശബരിമലയിൽ ദർശനത്തിനായി വൻ ഭക്തജന തിരക്ക്. രാവിലെ 5:45 മരക്കൂട്ടത്തിന് സമീപം വരെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. തിരക്ക് കാരണം ദർശനം കഴിഞ്ഞ തീർത്ഥാടകർ അപ്പോൾ തന്നെ പമ്പയിലേക്ക് മലയിറങ്ങുകയും ചെയ്തു. തീർത്ഥാടകരുടെ സുഗമമായ യാത്രയ്ക്ക് KSRTC ആദ്യഘട്ടത്തിൽ 450 ബസ്സുകൾ ഏർപ്പെടുത്തിയിരുന്നു. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിന് ഓരോ മിനിറ്റിലും 3 ബസ്സുകൾ വീതമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഭക്തരുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ബസ്സുകൾ എത്തിക്കാനും ക്രമീകരണമുണ്ടായി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന ആദ്യത്തെ 2 ദിവസവും വലിയ തിരക്കാണ് ഉണ്ടായത്. ഇതോടെ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിന് മാത്രമായി 202 ബസ്സുകൾ എത്തിച്ചിരുന്നു. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസ്സുകൾ ഉൾപ്പെടെയാണിത്. സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്ന് 248 ദീർഘദൂര സർവീസുകളും പമ്പയിലേക്ക് നടത്തുന്നുണ്ട്. ഇതിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, എരുമേലി, കുമളി, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നാണ് പമ്പയിലേക്ക് പ്രധാന സർവീസ് നടത്തുന്നത്. ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പമ്പയ്ക്ക് സർവീസ് ഉണ്ട്. ട്രെയിനിലെത്തുന്ന തീർത്ഥാടകർക്ക് ഇത് ഏറെ പ്രയോജനകരമാണെന്ന് പമ്പ സ്പെഷ്യൽ ഓഫീസർ റോയ് ജേക്കബ് പ്രതികരിച്ചു. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി 350 വീതം ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും നിയന്ത്രണത്തിനുമായി 95 ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. പമ്പ സ്റ്റാൻഡിൽ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി മെക്കാനിക് ഗാരേജും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല വർക്ക്ഷോപ്പ്, പമ്പ നിലയ്ക്കൽ, പ്ലാപ്പള്ളി, പെരുന്നാൾ എന്നിവിടങ്ങളിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. പമ്പയിൽ ആംബുലൻസ് സൗകര്യം KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു തീർത്ഥാടന ദിവസങ്ങൾ മാറ്റുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.